ഈ വലിയ ചേമ്പ് മെയ് മാസത്തിലാണ് മുളച്ചു വന്നത്. ഏപ്രിലിൽ നട്ടു, ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഒരു ചേമ്പ് നട്ടു. ഇതിപ്പോൾ അതിന് ചെറിയൊരു മുള പൊട്ടിയ പോലെ കാണുന്നുണ്ട്, ഒരു ചെറിയൊരു മുള വരുന്നുണ്ട്. ഒന്നല്ലേ, രണ്ടെണ്ണം ഉണ്ട്. ഞാൻ ഒന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ക്ലിപ്പ് എടുത്തപ്പോഴേ രണ്ടെണ്ണം ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഓരോ കിഴങ്ങുന്നും ഇതാ കണ്ടില്ലേ, രണ്ടാമത്തെ കണ്ടില്ലേ, അപ്പോൾ ഓരോ മുള വരും, അങ്ങനെ അതിൻ്റെ കണക്ക്. 6 മുതൽ 8 മാസം വരെയാണ് വിളവെടുപ്പിന് പറയണത്. അപ്പോൾ മെയ് മാസത്തിൽ നട്ടാൽ ഇപ്പോൾ ഏകദേശം ആയി. അപ്പോൾ ഇലകൾ മഞ്ഞ നിറത്തിൽ വന്നിട്ട് പച്ചപ്പ് ഉന്മേഷമൊക്കെ കുറയുമ്പോൾ, ഇലകൾ ഉണങ്ങി തുടങ്ങുമ്പോൾ, തണ്ട് വാടുമ്പോൾ, പുതിയ നാമ്പുകൾ വരാതിരിക്കുമ്പോഴൊക്കെയാണ് വിളവെടുപ്പിന് റെഡിയായി എന്ന് പറയണത്. അതൊന്നും മൊത്തത്തിൽ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടില്ല, എന്നാലും ഏകദേശം സമയം കൊണ്ടായിട്ടുണ്ട്. വിളവെടുപ്പിന് 2 ആഴ്ച മുമ്പ് നന കുറയ്ക്കണം എന്നാണ് പറയണത്. അത് ചേമ്പ് പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. അതായത് പറിച്ചെടുക്കണ ചേമ്പായിരിക്കും. പിന്നെ പതുക്കെ മണ്ണ് മാറ്റി സൂക്ഷിച്ച് പിഴുതെടുക്കണം. കിഴങ്ങുകളൊക്കെ മുറിഞ്ഞു പോകാതെ കേടുപറ്റാതെ എടുക്കണം. കുറച്ച് മെനക്കെടായിരിക്കും, കാരണം ഇത് ഉറച്ച മണ്ണാണ്. അപ്പോൾ നന നിർത്തി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പൂഴിയുള്ള മണ്ണായിരുന്നെങ്കിൽ വിളവെടുപ്പ് എളുപ്പമായിരുന്നേനെ. വലിയ ചേമ്പ് നട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ചെറിയ ചേമ്പ് നട്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ചേമ്പ് മുളച്ച് വന്നപ്പോൾ ഒരു ഉത്സാഹമായി. അപ്പോൾ കടയിൽ നിന്ന് ഒരു 3 ചെറിയ ചേമ്പ് കൊണ്ടുവന്ന് നട്ടു, ഒരെണ്ണേ മുളച്ചുള്ളൂ. ഇതിനിതാ 2 തൈകൾ തന്നെ ആയിട്ടുണ്ട്, മുളകൾ മാത്രമല്ല വന്നിരിക്കണേ, ശരിക്കുള്ള തൈകൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എപ്പോൾ പറിച്ചെടുക്കണം എന്നുള്ളത് പിന്നീട് ആലോചിക്കാം. കാരണം ആദ്യത്തേത് എനിക്ക് തോന്നുന്നു ആദ്യം നട്ട വലിയ ചേമ്പ് പറിച്ചെടുത്ത് നോക്കുക, വല്ല കിഴങ്ങുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ കാര്യം തീരുമാനിക്കാൻ. ഇതിന് വളർച്ച കുറവാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ എല്ലാ ചെടികളുടെ മുകളിലും മധുരക്കിഴങ്ങ് വള്ളി കണ്ടമാനം പടർന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്നും ഒരു വെളിച്ചം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇത് പിന്നെ വീണ്ടും ഉശിരി വെച്ച് വന്നത് മധുരക്കിഴങ്ങ് വള്ളിയൊക്കെ പറിച്ച് കളഞ്ഞപ്പോഴാണ്. ഇവിടെ ഉണ്ടായിരുന്ന മധുരക്കിഴങ്ങിന് ഒട്ടൊരു കിഴങ്ങ് പോലും ഉണ്ടായുമില്ല.